ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഈ കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ അല്ലേ. നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ അപരമത വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന 2-3 വേട്ടാവളിയന്മാരുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരുത്തനായിരുന്നു ഈ പുട്ട് സാമുവൽ എന്ന് പറയുന്ന ഒരു വ്യക്തി. ഈ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ടല്ല ഇത്തരത്തിലുള്ള വാർത്തകൾ ചെയ്യുന്നത്, വേറെ ഏതോ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാർത്തകൾ ചെയ്യുന്നത്. പക്ഷേ നമ്മളൊക്കെ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നത് നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ രാജ്യത്ത് ഇരുന്നുകൊണ്ടാണ്. കാരണം നമുക്കത് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു സമുദായത്തെക്കുറിച്ചിട്ട് അന്ധമായ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഇതുപോലുള്ള ചില പരമനാറികൾ പിന്നെ കൊണ്ടറിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ അനുയായിയായിട്ടുള്ള ഒരു പുതിയൊരു സാധനം കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ടോമി എന്നങ്ങാണ്ടാണ് ഈ വെട്ടാവളിയുടെ പേര്. സ്ഥിരമായി ഇരുന്നുകൊണ്ട് ഈ അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുമ്പോഴത്തേക്കാണല്ലോ ഈ സംഘികൾക്കും കൂസന്മാർക്കൊക്കെ ഇത് കേൾക്കാൻ ഒരു സുഖം കിട്ടുന്നത്. ഇവിടുത്തെ മുസ്ലിം മതങ്ങളെ കുറിച്ചിട്ട് പൊക്കിയടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനൊന്നില്ലെങ്കിൽ ഇസ്ലാം തീവ്രവാദികളുടെ ഇന്ന് കപ്പം മേടിച്ചിട്ട് അവർക്ക് വേണ്ടി ഒത്താശ ചെയ്ത് കൊടുക്കുന്നതെന്നുള്ള ആ ഒരു ചാപ്പ കുത്തലാണ് സാധാരണ വരാറുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ വാളയാർ കണ്ടിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമുണ്ടല്ലേ. ഒരു അന്യസംസ്ഥാന തൊഴിലാളി റാം എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തെ പട്ടിയെ തല്ലുന്ന പോലെയാണ് ഇവിടുത്തെ സംഘപരിവാറിൻ്റെ തീവ്രവാദികൾ ആ മനുഷ്യനെ അടിച്ചു കൊന്നത്. അതിനു മുമ്പ് മധു എന്ന് പറയുന്ന ഒരു സഹോദരനെയും നമ്മുടെ നാട്ടിൽ കൊല്ലപ്പെട്ടിരുന്നു. അപ്പം നമ്മുടെ നാട് ഉത്തരേന്ത്യ രീതിയിലേക്ക് ആക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ ഈ സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചതിന് ശേഷം അവിടുന്ന് വരുന്ന ചില വാർത്തകൾ ഇതുപോലുള്ള നാറികളൊക്കെ ഒന്ന് കേൾക്കണം. കേട്ടിട്ട് നിങ്ങൾക്ക് ഇതിനെതിരെ ഒന്ന് റിയാക്ട് ചെയ്യണം. കാരണം അവിടെ ക്രിസ്മസ് കരോള് പാടാൻ പാടില്ല. അങ്ങനെ ക്രിസ്മസ് കരോള് പാടുകയാണെന്നുണ്ടെങ്കിൽ രണഗീതവും ആ കൂട്ടത്തിൽ പാടണം. പിന്നെ ഹിന്ദുക്കൾ ആരും ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല. ക്രിസ്ത്യൻസിൻ്റെ കടയിൽ നിന്നൊന്നും സാധനം വാങ്ങാൻ പാടില്ല എന്നൊക്കെ BHPയും ബജരംഗ് ദളിൻ്റെയൊക്കെ തീവ്ര സംഘടനകളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് പഴം വിഴുങ്ങിയ പോലെ ഇരിക്കുകയാണ് ഈ പൂഞ്ഞാറിലെ കോമരങ്ങൾ. കാരണം ക്രൈസ്തവർ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണല്ലോ. ഒന്നും കേട്ടിട്ട് ഒരു അക്ഷരം പോലും ഇവന്മാരും ഉരിയാടിയിട്ടില്ല എന്ന് മാത്രമല്ല, കരിമ്പിൻ കണ്ടി എന്ന് പറയുന്ന മറ്റൊരു ഊള എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ സടകുടം എഴുന്നിട്ട് ഈ ചാനലിന്റെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് വിവരക്കേടും പൊട്ടത്തരവും പറയുന്ന ആ ഊളയും ഇതിൽ വരെ ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. അപ്പോൾ ഈ ടോമി എന്ന് പറയുന്നവൻ നിരന്തരം ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഈ സമൂഹത്തിൽ ഓരോ നറേറ്റീവ് ഇങ്ങനെ, അതായത് നമ്മൾ കേട്ട് പഴകിയിട്ടുള്ള സാധനമില്ലേ, മദ്രസയിൽ പഠിപ്പിക്കുന്ന തീവ്രവാദമാണ്, അന്യമതസ്ഥരെ കണ്ടു കഴിഞ്ഞാൽ ഓടിച്ചിട്ട് അവരെ വെട്ടിക്കൊല്ലണം എന്നൊക്കെ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടല്ലോ. അതായത് സംഘികളും ക്രിസംഘികളിലും സ്പോൺസേഡ് ആയിട്ടുള്ള ചില മുസ്ലിം നാമധാരികളായിട്ടുള്ള ചില പരമനാറികളെയും ചില പരമ ഊളച്ചികളെയൊക്കെ ഇരുത്തിക്കൊണ്ട് ഈ സമുദായത്തെ വികൃതമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ലോക രാജ്യങ്ങളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഇസ്ലാം മതം വളരുന്നു അല്ലെങ്കിൽ ഇസ്ലാം മതം കുതിച്ചു കയറുന്നു എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളൊന്നും അല്ല കേട്ടോ. കാരണം കേരളത്തിൻ്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം മുസ്ലിങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ഈ രാജ്യം മൊത്തത്തിൽ നാശമായി പോകുമെന്നാണ് പറയുന്നത്. ഇതുണ്ടാവും കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ നടന്നിട്ടുള്ളൊരു സംഭവം അല്ലേ. 2 തീവ്രവാദികൾ പേര് മുസ്ലിം നാമധാരികളാണെങ്കിലും ആ നാറികളെ ചങ്കുറ്റത്തോടുകൂടി നേരിട്ട മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു അല്ലേ. അതുപോലെ ഒരു മുസ്ലിം ആയിരുന്നു. സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് അവനെ കീഴ്പ്പെടുത്തുന്ന ഒരു സംഭവം കണ്ടു. ലോകം മൊത്തം അയാളെ വാഴ്ത്തിയായിരുന്നു. അപ്പം ഈ മതത്തിന്റെ പേര് പണത്തിന് വേണ്ടി ഈ മതത്തെ വികൃതമാക്കാൻ വേണ്ടി ഈ സംഘികളും അല്ലെങ്കിൽ ഈ കാസയും ഇവന്മാരെ ചൂസ് ചെയ്ത് തെരഞ്ഞെടുത്തിട്ട് സമുദായത്തിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിപ്പിക്കും. ഇതൊന്നും ഈ സമുദായത്തെ ബാധിക്കുന്ന, കാരണം ഈ സമുദായം സമാധാനത്തിന്റെ മതമാണ്. അവരവർക്ക് അവരവരുടെ മതത്തെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാം. ഇരുത്തി കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടിയായിട്ട് വരുന്നത് ഇതുപോലുള്ള നാറികൾക്കൊക്കെ നമ്മൾ മറുപടി കൊടുത്തേ വരുന്നത്. എന്താണ് എന്നൊന്ന് കേട്ടിട്ട് കൃത്യമായി നിങ്ങൾ ഇതിനൊരു മറുപടി കൊടുക്കുക. വീഡിയോയിലേക്ക് പോവാം. നമ്മളെ വീണ്ടും ഉസ്താദ് ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട്. നമുക്ക് ഉസ്താദിന്റെ ക്ലാസ്സിലേക്ക് തന്നെ ആദ്യം തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിഷയങ്ങളിലേക്ക് പോവാം. ഈ പ്രസവ ജീവകാലം കൊണ്ട് വളർത്തിയിട്ട് ഈ നാട് മുഴുവൻ ഇസ്ലാം വളരുന്നു എന്നുള്ള പൊട്ടത്തരം പറഞ്ഞു നടക്കരുത്. പിന്നെ മനുഷ്യന്റെ നന്മയെ പറ്റി പറയാം. നിങ്ങളുടെ പുസ്തകത്തിൽ മനുഷ്യന്റെ നന്മയെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? വെറുതെ വിശ്വാസികൾ നിങ്ങൾ എന്താ പറഞ്ഞേക്കുന്നത്? അവര് നജസാണെന്നല്ലേ പറഞ്ഞേക്കുന്നത്? നിങ്ങൾ ഏത് മനുഷ്യന്റെ നന്മയെ പറ്റിയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്? അവരെ വെറുതെ വിശ്വാസികളെ കണ്ടം വെച്ച് കൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവൻ കീഴടങ്ങി ജസിയ കൊടുക്കുന്നവരെ ഒരുത്തനോട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ എവിടെയാ മാനവീയത പഠിപ്പിക്കുന്നത്? എന്തിനാണ് ടോമിച്ചേട്ടാ ഈ വെറുതെ പ്രഷർ കൂട്ടുന്നത്? ടോമിച്ചേട്ടൻ എന്ത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നത്? ടോമിച്ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കുക. ടോമിച്ചേട്ടൻ ഇന്നോട്ട് ഈ അടിക്കുന്ന ഇതേ ഫോഴ്സിൽ, ഇതിന്റെ 10 മടങ്ങ് ഫോഴ്സിൽ എനിക്ക് പറയാൻ കഴിയും. അടിക്കാൻ കഴിയുന്ന ചേട്ടൻ അറിയാമല്ലോ, എനിക്ക് നന്നായിട്ട് വഴങ്ങും. പക്ഷേ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ ഉത്തരവാദിത്വം ഇല്ലാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കാം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. പക്ഷേ എൻ്റെ ഒരു നിസ്സഹായം എന്തറിയോ, എൻ്റെ ഭാഷയിൽ അല്പം കടുപ്പം കൂടിയാൽ നീ മോളിൽ നിന്ന് വിളി വരും. എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാർ, എന്നെ കേട്ടിരിക്കുന്ന ശ്രോതാക്കളുടെ വിളി വരും. ആ പറഞ്ഞ് ശരിയായില്ല, അങ്ങനെ പറയരുത്, മാന്യത കൈവിടാൻ പാടില്ല. നിങ്ങൾക്ക് എന്ത് തുണി നോക്കി വേണമെങ്കിലും കാണിക്കാം.
അതൊന്നും പ്രശ്നമില്ല. പക്ഷെ അതുകൊണ്ട് എനിക്ക് സഭ്യത വിടാനില്ല. ഉസ്താദേ, ഞാൻ എൻ്റെ മാന്യത കൊണ്ട് മുഹമ്മദ് ജാഹിലിയ കാലഘട്ടത്തെ പറ്റി പറഞ്ഞ വാക്കുകളിലൂടെ പറയുന്നില്ല. അത് ആ കാലഘട്ടത്തിനെ പറ്റി ആരെങ്കിലും അഭിമാനപൂർവ്വം സംസാരിച്ചാൽ അവനോട് മുഹമ്മദ് പറഞ്ഞ എന്താണെന്ന് ഉസ്താദിന് അറിയാലോ. ഞാനത് ഇവിടെ പറയുന്നില്ല, കാരണം ഞാൻ പറഞ്ഞ എൻ്റെ നാക്ക് തന്നെ മോശമാകും. ഇനി 2, ലാത്തയെപ്പറ്റി അബൂബക്കർ പറഞ്ഞ എന്താണെന്ന് ഉസ്താദിന് അറിയാലോ. അപ്പോൾ ഞാനത് പറയുന്നില്ല, കാരണം അത് എൻ്റെ മാന്യതയ്ക്ക് ചേർന്നല്ല, അതുകൊണ്ട് അത് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഉസ്താദ് ഈ മാന്യത എന്ന് പറഞ്ഞാൽ, എൻ്റെ മാന്യത എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സംസ്കരിച്ചെടുത്ത സംസ്കാരം എന്ന് പറഞ്ഞ സാധനത്തിന് ഒരു സമൂഹത്തിൻ്റെ സത്വവും സാരവുമായിട്ടുള്ള എന്താണോ അതാണ് സംസ്കാരം. അപ്പം ഈ റോളിംഗ് സ്റ്റോൺ പോലെ മനുഷ്യ സമൂഹം ഇന്ന് വരെ ആർജിച്ചൊന്നൊരു സംസ്കാരമുണ്ട്. സമൂഹത്തിൽ മാന്യമായി സംസാരിക്കുക, സഭ്യമായ ഭാഷ ഉപയോഗിക്കുക. അങ്ങനെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഞാൻ. അല്ലാതെ 6-ാം നൂറ്റാണ്ടിലെ ഈ പറയുന്ന ഏതെങ്കിലും ഒരാൾ, ഒരു അപരിഷ്കൃതനായ മനുഷ്യനുണ്ടാക്കിയ ഒരു ആശയം ലോകാവസാനം വരെ കൊണ്ടുനടക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. അല്ലെങ്കിൽ 2000 വർഷം മുമ്പുണ്ടായ ഒരു ആശയം വെച്ചുകൊണ്ട് ലോകം മുഴുവൻ നടക്കണം, ലോകം അവസാനിക്കുന്ന വരെ കൊണ്ടുനടക്കണം എന്ന് ചിന്തിക്കുന്ന ആളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ മനുഷ്യ സമൂഹം ആർജിച്ച സംസ്കാരം എനിക്കുള്ളതുകൊണ്ട് ഞാൻ സഭ്യമായ ഭാഷയിൽ സംസാരിക്കുള്ളൂ. ഉസ്താദിന് ഏത് ഭാഷയിൽ സംസാരിക്കാം. കാരണം ഉസ്താദിൻ്റെ പ്രവാചകൻ തന്നെ പറഞ്ഞേക്കുന്ന വാക്കുകൾ ഇപ്പോൾ ഇവിടെ പറയത്തില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത് വേണമെങ്കിൽ കമൻറ്റായി ഞാൻ അതിൻ്റെ ഈ വീഡിയോയുടെ അടിയിലിട്ടേക്കാം. പറയൂ ഉസ്താദേ. അതിനപ്പുറം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന 100 കണക്കിന് ക്രൈസ്തവ സഹോദരങ്ങൾ, സ്ഥിരമായി എന്റെ കമന്റ് ബോക്സിൽ വരുന്ന വിൻസെന്റ് അടക്കമുള്ള സഹോദരങ്ങൾ, അവരെയൊക്കെ പരിഗണിച്ചിട്ട് എനിക്ക് മറുപടി പറയാൻ കഴിയുള്ളൂ. ഇനി ചേട്ടൻ പറഞ്ഞ വിഷയത്തിലേക്ക് പോരാ. ചേട്ടാ, ഈ പാട്ട്, ഈ കുയിൽനാദം സമൂഹം കേട്ട് കുഴഞ്ഞതാണ്. ഇതിനൊക്കെ മറുപടി പറഞ്ഞ ആളുകൾ ഒട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ സാധനമാണ്. ചേട്ടൻ വീണ്ടും ഇത് പൊക്കിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഇത് ഇസ്ലാമിന്റെ സമൂഹം കാണിക്കുന്ന ഈ നന്മയും മാനവികതയും ഒരുമയും സമത്വമൊന്നും കാപഢ്യമാണ്. ഖുർആനിൽ തന്നെ അന്യമത വിദ്വേഷം കൃത്യമായി പറയുന്നുണ്ട്. അവര് നജസാണ്, മ്ലേച്ഛരാണ്, അവരെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ മഹാരാജ്യത്ത് അല്ലെങ്കിൽ നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്ത് ഇത് നടക്കാത്തത് കൊണ്ട് ഒരു കാപഢ്യം കാണിക്കുന്നതാണ്. ആയിക്കോട്ടെ, ഞങ്ങളുടെ വ്യാഖ്യാന ഫാക്ടറിക്ക് അങ്ങോട്ട് വിടുകയാണ്. നമുക്ക് ജെമിനിയോട് ചോദിച്ചാലോ? അതൊക്കെ പറയാറുള്ളത് ഈ ഇന്റർനെറ്റ് വന്നതിന് ശേഷം ഇസ്ലാമിന്റെ അസ്ഥിവാരം തോന്നിയതല്ലേ? നമുക്ക് അതേ അസ്ഥിവാരം തോന്നി ഇന്റർനെറ്റിനോട് ചോദിക്കാം. ജെമിനി, വിശുദ്ധമായ ഖുർആനിൽ അന്യമതസ്ഥരെ കൊല്ലാനും ദ്രോഹിക്കാനുമുള്ള ആഹ്വാനമുണ്ടോ? വിശുദ്ധ ഖുർആനിൽ അന്യമതസ്ഥരെ കൊല്ലാനോ ദ്രോഹിക്കാനോ ആഹ്വാനം ചെയ്യുന്ന ഭാഗങ്ങളില്ല. നേരെ മറിച്ച് സമാധാനത്തിനും നീതിക്കും എല്ലാ മനുഷ്യരോടുമുള്ള ദയയ്ക്കും ഊന്നൽ നൽകുന്ന നിരവധി വചനങ്ങളുണ്ട്. ചില ഭാഗങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയോ? ചേട്ടൻ ചെയ്യുന്നത് പോലെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഈ തരത്തിലുള്ള വ്യാഖ്യാനം കൊടുക്കുന്നു. ജെമിനി തന്നെ പറയാം. ജെമിനി, മറ്റൊരു ചോദ്യം. അങ്ങനെയെങ്കിൽ വിശുദ്ധമായ ഖുർആനിൽ തന്നെ ആ വിലക്കപ്പെട്ട മാസം കഴിഞ്ഞാൽ അവിശ്വാസികളെ കണ്ടിടത്ത് വെച്ച് കൊല്ലണം എന്ന വചനമുണ്ടല്ലോ. എന്താണ് അതിന്റെ ആശയം? തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ച വചനം ഖുർആനിലെ 9-ാം അധ്യായമായ സൂറത്തു തൗബയിലെ 5-ാമത്തെ വചനമാണ്. എന്നാൽ ഈ വചനം സന്ദർഭവുമായി ചേർത്ത് വായിക്കേണ്ടത് പ്രധാനമാണ്. ഈ വചനം യുദ്ധം നടക്കുന്ന സ്പെസിഫിക് സാഹചര്യങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്, അല്ലാതെ എല്ലാ അന്യമതസ്ഥരെയും കൊല്ലാനുള്ള ഒരു പൊതുവായ ആഹ്വാനമല്ല. ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ വചനത്തെ പ്രതിരോധപരമായ സന്ദർഭങ്ങളിലാണ് വ്യാഖ്യാനിക്കുന്നത്. കൃത്യമായിട്ട് ഇദ്ദേഹം പറയുന്നത് ജെമിനിയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഖുർആന്റെ സംരക്ഷകർ എന്ന് പറയുന്നത്. ഈ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതുണ്ട്, ഹദീസിൽ പറഞ്ഞിട്ടുള്ളതുണ്ട്. അതുപോലെ ഖുർആനിൽ ഈ അന്യമത വിശ്വാസികളെ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്നും അതുപോലെ തന്നെ ഈ ബഹുദൈവ വിശ്വാസികളോട് യുദ്ധം ചെയ്ത് അവരോട് ജസ്യം മേടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോണ്ടസ്റ്റുകളുണ്ട്. ആ കോണ്ടസ്റ്റുകളെ അത് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ മറ്റ് ഇതിൻ്റെ പണ്ഡിതന്മാരുടെ ഇൻ്റർപ്രിട്ടേഷൻ വെച്ചുകൊണ്ടോ അല്ല ഇദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിച്ചത്. ഇദ്ദേഹം ജെമിനിയെ വെച്ചാണ്. അപ്പോൾ അതിൻ്റെ മറ്റേ ഇസ്ലാം മതത്തിൽ ബഹുദൈവാരാധന ഉണ്ടെന്ന് ജെമിനി പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് ഇത് സമ്മതിക്കുമോ? അപ്പോൾ ജെമിനിയെ അല്ല ഉസ്താദെ നമ്മൾ അടിസ്ഥാനപരമായി കാണുന്നത്. നമ്മുടെ ഡോക്യുമെൻറ്റ്സുകൾ, അതായത് ഖുർആൻ, ഹദീസുകളൊക്കെ വെച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് പണ്ഡിതർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചാണ് ഇത് സമർത്ഥിക്കുന്നത്. ഇത് സമർത്ഥിക്കാൻ നിങ്ങൾക്ക് ഇന്ന് ക്ലബ് ഹൗസ് ചർച്ചകൾ പോലും കഴിയുന്നില്ല. കാരണം നിങ്ങളുടെ ഈ പറയുന്ന ഈ ബഹുദൈവ വിശ്വാസികളോടുള്ള വിരോധമാണ്, അല്ലെങ്കിൽ മറ്റ് ജനവിഭാഗങ്ങളോടുള്ള നിങ്ങളുടെ അസഹിഷ്ണുതയാണ് ബർമയിൽ നിങ്ങൾ അവിടെ ബുദ്ധന്മാരോട് ഫൈറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നൈജീരിയയിലും യൂറോപ്പിലും ക്രിസ്ത്യാനികളോട്, അമേരിക്കയിലും ക്രിസ്ത്യാനികളോട് ഫൈറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യയിൽ ഹിന്ദുക്കളോട് ഫൈറ്റ് ചെയ്യുന്നത്. ലോകത്ത് എവിടെയെല്ലാം ഇസ്ലാം ഉണ്ടോ അവരവിടെയെല്ലാം ഫൈറ്റ് ചെയ്യുന്നത്. ഇനി ഉസ്താദിന് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അപ്പോൾ ടോമി എന്ന് പറയുന്ന ഒരു കാസ വേട്ടാവളിയരാണ് ഉസ്താദിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. അതായത് അന്യമതസ്ഥരെ, ബഹുദൈവ വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം. ഭയങ്കരം തന്നെ കേട്ടോ. ഇതൊക്കെ നമ്മൾ എടുത്ത് ദൂരെ എറിഞ്ഞ സാധനങ്ങളാണ്. വീണ്ടും ഇതിനെയൊക്കെ ഉയർത്തിക്കൊണ്ടിറങ്ങി. ഇങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ ഇവന്മാരൊക്കെ ഫേമസ് ആകത്തുള്ളൂ. ഉസ്താദിന് ഇവനിക്കൊക്കെ മറുപടി കൊടുക്കുന്നതിന് ചില പരിമിതികളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ആ പരിമിതികളില്ല. പിന്നെ ഇവന്റെ മാന്യത, ഇവൻ പറഞ്ഞിട്ടുള്ള മാന്യത നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കേട്ടായിരുന്നല്ലേ? പ്രവാചകനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം നിങ്ങൾ കേട്ടല്ലോ. ഇവിടെ യേശുദേവനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഹൈന്ദവ മത വിശ്വാസികളുടെ അവരുടെ ദൈവങ്ങളെ കുറിച്ചിട്ടോ അവരുടെ ആരാധനകളെ കുറിച്ചിട്ടോ ഏതെങ്കിലും ഒരു മുസ്ലിം, ഒരു വിവരം കെട്ട ഒരു മുസ്ലിം പോലും വന്നിട്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ?
നമ്മൾ പ്രതിരോധിക്കുന്ന ആരാണ്? ഇതുപോലെ കള്ളങ്ങൾ മാത്രം പറയുന്ന അല്ലെങ്കിൽ സംഘികളിൽ നിന്നും അച്ചാരം വാങ്ങിച്ചിട്ട് ഇവിടുത്തെ ഒരു സമുദായത്തെ തേച്ചൊട്ടിക്കാൻ വേണ്ടി വരുന്ന ഇതുപോലുള്ള വേട്ടാവളിയന്മാരെ നമ്മൾ വിമർശിക്കുന്നത്. എന്തായാലും ഉസ്താദിന് മറുപടി കൊടുത്തിട്ടുള്ള ഈ വേട്ടാവളിയനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ എന്നോട് ചോദിച്ചാൽ നിന്റെ മാന്യതയ്ക്ക് അനുസരിച്ചിട്ട് അതിന് കൃത്യമായിട്ടുള്ള റിപ്ലൈ തരാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് നീ ഇങ്ങോട്ട് വാ. ഉസ്താദിൻ്റെ അടുത്ത് പോയി ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദ് ഈ രീതിയിൽ സംസാരിക്കത്തുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ശാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഘികളും ഈ കൂസന്മാരും തന്നെയാണ്. കാരണം ഇവർ നമ്മുടെ നാട്ടിൽ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള നെറേറ്റീവായിട്ടുള്ള ഓരോ സംഭവങ്ങൾ എടുത്ത് ഇങ്ങനെ ഇട്ട് അതിങ്ങനെ പൊലിപ്പിച്ച് ഈ നാട് മൊത്തത്തിൽ കുട്ടിച്ചോറാക്കും. ഒരു പാവം പിടിച്ചൊരു മനുഷ്യനാ ഈ പറയുന്ന സംഘപരിവാറിന്റെ തീവ്രവാദികളെല്ലാം കൂടെ തല്ലിക്കൊന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ക്രിസ്മസ് ആഘോഷിക്കരുത്, കരോള് ഗാനം പാടരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊക്കെ നീയൊക്കെ നട്ടലുണ്ടെങ്കിൽ, നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ ജനിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ നീയൊക്കെ മറുപടി കൊടുത്താൽ നീയൊക്കെ ആണാണെന്ന് ഞാൻ പറയാം. എന്തായാലും നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റുകൾ അറിയിക്കാം. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും